അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ കിച്ചണിൽ ഈ ജനലിനൊന്നും നമ്മൾ പെയിൻ്റ് അടിച്ചില്ല കേട്ടോ. അപ്പം നമ്മളെല്ലാ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം, ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ജനലൊക്കെ ഒന്ന് കമ്പിട്ട് ഒരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതൊക്കെ ഒന്ന് പോക്കാമെന്ന് വിചാരിച്ച്. എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ സിമെൻ്റ് ഉണ്ടല്ലോ അതിന്മേലൊക്കെ ഒട്ടി പിടിച്ചതിന്. അപ്പോൾ ആ അടുക്കള ഭാഗം മാത്രം ഒന്ന് നന്നാക്കിയാലൊന്ന് വിചാരിച്ചാട്ടെ. അതിങ്ങനെ കുറേശ്ശെ തുരുമ്പ് ഇങ്ങനെ വരുന്നുണ്ടായിന്. പിന്നെ അപ്പം ഞങ്ങളത് കുറേ ഒരിച്ചൊക്കെ ചെയ്ത് ഇനി പെയിൻ്റ് അടി കേട്ടോ. പെയിൻ്റ് അടിക്കട്ടെ, നമ്മൾ തന്നെ പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചതാണ്. അതെന്താന്ന് പറഞ്ഞാൽ അടുക്കളേൻ്റെ സ്ലാബിൻ്റെ അവിടെ ഈ ടൈൽ ഒട്ടിച്ചില്ലേന്, അത് നമ്മളവിടെ കാർപ്പറ്റ് വിരിച്ചതിന്. അതിനനുസരിച്ച് ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചാട്ടെ. അപ്പോൾ ഇപ്പോൾ ഒന്ന് ഞങ്ങൾ അവിടെ ഒന്ന് സ്ലാബിൻ്റെ അടുത്തൊന്ന് അടിക്കുകയെന്ന് വിചാരിക്കുന്നത്. പിന്നെ ടൈലിടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ ഒന്ന് പെയിൻ്റ് അടിക്കുക. അത് നമ്മൾ തന്നെ ചെയ്താൽ മതിയല്ലോ. ഒരുവിധം പണികളൊക്കെ ഞങ്ങൾ തന്നെയാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ ഇങ്ങനെ പെയിൻ്റ് അടിക്കുക, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോന്ന് നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഉൾഭാഗം ഞാനും മോനുമാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുറകു ഭാഗം കാക്ക ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചെയ്യൽ. നമ്മളിപ്പോൾ കൂലിക്ക് എടുക്കുകയെന്ന് പറയണത്, ഒരു കൂലിക്ക് ഒരാളെ വിളിക്കുകയാണെങ്കിൽ അതിനും വേണമല്ലോ ദിവസം 1000 രൂപ കൂലി. അപ്പം നമ്മൾ ചെയ്യുന്ന പണികളൊക്കെ നമ്മൾ തന്നെ എടുക്കുക. അത്രയൊക്കെ വൃത്തിയായാലും മതി. എന്നാലും പിന്നെ ടൈലിടുമ്പോൾ അതൊക്കെ ക്ലിയർ ആവുമെന്ന് വിചാരിക്കണേ. ഇതുപോലൊക്കെ ചെയ്യണോലൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അവിടുന്ന് മുകളിൽ നിന്ന് ഇങ്ങോട്ട് താഴോട്ടേക്ക് തന്നെ ഇറങ്ങി. അതെന്താ പറയുക, കമ്പിമ്മൽ അടിച്ചത് അടിഭാഗത്ത് ആയിട്ടില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഒന്ന് പുറത്തിറങ്ങി നോക്കിയതാണ് എവിടെയൊക്കെയാണ് ആവാത്തത് എന്നുള്ളത്. അത് നോക്കി പുറത്തുനിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് അറിയൽ. അങ്ങനെ പറ്റി പിടിച്ച് കയറുകയാണ്. പറ്റി പിടിച്ച് കയറി നമ്മളെങ്ങനെയെങ്കിലും ഒക്കെ നന്നാക്കി ക്ലിയർ ആക്കിയാൽ ഒക്കെ ഒന്ന് വൃത്തിയായി കിട്ടിയ ഒരു മനസ്സിൻ്റെ സമാധാനമല്ല ഒരു വൃത്തിയായി ഇങ്ങനെ. അല്ലെങ്കിൽ വൃത്തിയില്ലാതെ ഇങ്ങനെ നമ്മളെ വീട് കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു ഇതാണ്. ഉള്ള ചെറുതാണെങ്കിൽ നമ്മളെ വൃത്തിയാക്കി ഇങ്ങനെ കൊണ്ടെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഇതുപോലൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഇത് ടൈൽ ഇങ്ങനെ അവിടെ ഒന്ന് ഒട്ടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. സാധനം ഒന്നും ഇറക്കിയില്ല. അപ്പോൾ അതിൻ്റെ മുന്നേ ഞങ്ങൾ തന്നെ ഇതൊക്കെ ചെയ്യുക. അതിൻ്റെ ശേഷം നമുക്ക് സാധനം ഇറക്കിയിട്ട് എങ്ങനെ റേറ്റ് എന്നൊക്കെ നോക്കണം. എന്നിട്ട് ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോം ടൂർ വിടുന്നുണ്ട്. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ കാക്കറുണ്ട് എല്ലായിടത്തും അടിക്കേണ്ട ഒക്കെ വാട ഇങ്ങനെ കൊളാക്കുമെന്ന് അറിയുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ ഒന്ന് വാതിൽ കട്ടിൽ ഒന്ന് അടിക്കണം എന്ന് അറിയണ്ടേ. നമ്മൾ തന്നെ അടിച്ചാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതിൻ്റെ ഇടയിൽ മോനിങ്ങനെ അടിക്കാൻ കയറിയതൊക്കെ. അതിൻ്റെ ഇടയിൽ മോനിങ്ങനെ അടിക്കാൻ അങ്ങനെ കയറിയിട്ട് ഓനടിച്ചുകൊണ്ടിരിക്കുക. ഓനടിക്കുന്നത് ഫുൾ പെയിൻറ്റ് ഇങ്ങനെ ഒലിക്കുകയാണ്. ഓൻ്റെ മേലൊന്നായിട്ടായിരുന്നു. ലാസ്റ്റ് പറഞ്ഞെങ്കിൽ അവിടെ നിർത്തിയാളാം, ഞങ്ങൾ തന്നെ അടിച്ചോളാന്ന് പറഞ്ഞു. അപ്പോൾ ഓനോട് നിർത്താൻ പറഞ്ഞ് ബാക്കി ഞങ്ങൾ തന്നെ ഇങ്ങനെ ചെയ്തിട്ടോ. പിന്നെ ഞാൻ അത് കഴിഞ്ഞാൽ നമ്മളെ വാതിൽക്കട്ടിലുണ്ടല്ലോ, സിമെൻറ്റിൻ്റെ വാതിൽക്കട്ടിലാണ്, അത് നല്ലോണം ഒരിച്ച് നന്നാക്കി അതൊന്ന് അടിക്കട്ടെ എന്ന് വിചാരിച്ച്. ഓരോ ദിവസം ഓരോന്ന് അടിച്ചാൽ തന്നെ ഇങ്ങനെ വൃത്തിയാകുമല്ലോ. അതിനൊന്നും കാക്ക സമ്മതിക്കില്ല. ഈ അടിക്കേണ്ട ഈ അടിച്ചാലൊക്കെ ഇങ്ങോട്ട് എന്തോ നാശമായി പോകുമെന്ന് അറിഞ്ഞാട്ടെ. മോനോരോ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. മോനെന്തോ വണ്ടിയായിട്ട് ഓട്ടുകയാണ്. അതിനോട് ഞാനിങ്ങനെ ഓനോട് പറയണത് സൗണ്ട് ഉണ്ടാക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ എല്ലാവരും ഞങ്ങളെ ചെറിയ കുഞ്ഞു വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.